ഇവന്മാരെ ടൈമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലത്തിന് ഇങ്ങനെ തൊടുവിൽ കെട്ടിയിട്ടിരിക്കുന്നു. ആ കെട്ടിയിട്ടിങ്ങാണ്ട് ഇനി വെള്ളം കുടിക്കാൻ പോകുന്ന ടൈമാണ്, 1 മണി ആകാനായി. അപ്പോൾ കെട്ടയച്ചതും അങ്ങനെ വല്ല പുല്ല് കടിച്ച് ഇങ്ങനെ പോവും. ഇനി ഇവിടുന്ന് കഴിഞ്ഞാൽ ഒരു ഓട്ടമുണ്ട്, അതാണ് രസം. കുറച്ച് നേരം ഇങ്ങനെ പുല്ലൊക്കെ കടിച്ചിങ്ങനെ നടക്കും. പുല്ല് കടിച്ച് കഴിഞ്ഞ് എന്നിട്ട് അവന്മാരവിടെ ഒരു ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഓട്ടം. ഇതാ അടുത്തിറങ്ങിട്ടാ, ഒരുത്തനിറങ്ങി ഇപ്പോൾ ഓടും. ആ ഓടുന്ന് ഇനി ആ വെള്ളത്തിൽ പോയിട്ട് അങ്ങ് കിടക്കും. രണ്ട് പേരും ആ വെള്ളത്തിൽ അങ്ങ് കിടക്കും. എന്നിട്ട് കുറച്ച് നേരം ഇനി ആ വെള്ളത്തിൽ ഇങ്ങനെ കടന്ന് കളിച്ചതിന് ശേഷം ഒരു സ്ഥിരം കാഴ്ചയാണ്. ഈ ഭാഗത്തേക്ക് തീറ്റാൻ അല്ലെങ്കിൽ കെട്ടിയിടാനോ കൊണ്ടു വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള കാഴ്ച ഇത്. കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കടന്ന് അർമാദിക്ക് വരും. അത് കഴിഞ്ഞിട്ട് ആ ചാലിന്ന് ഒന്ന് കുളിപ്പിച്ച് പിന്നെ വീട്ടിലേക്ക്. പോത്തുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചളിയിൽ വെള്ളത്തിൽ കടന്നുകാണ്ട് ഇങ്ങനെ കുറച്ച് നേരം കുത്തി മറിഞ്ഞ് അതിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. നനവും ഇതേപോലെ തന്നെ നനഞ്ഞ് ഒന്ന് വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ പോലെ അത് എണീറ്റ് പിന്നെ തീറ്റ എടുക്കാനും അതേപോലെ തന്നെ ആയിക്കോടെ നടക്കാനും ഒക്കെ ഭയങ്കര ഉന്മേഷക്കാരം അവർക്ക്. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി ഇതാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ പിന്നെ ആ ചളിയിലുള്ള കളിയും അതേപോലെ തന്നെ കിടത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അടുത്ത് തന്നെ ഒരു ചാലിൽ കൊണ്ടുപോയി മരത്തിൽ ഉഷാറായിട്ട് കെട്ടിയിട്ടിട്ട് അവരൊരച്ച് നന്നായിട്ട് 2 പേരെയും പിന്നെ ഉരച്ച് വൃത്തിയാക്കി കഴുകും കേട്ടോ. ദേഹത്തിലെ ചളിയും അതേപോലെ തന്നെ വളവും പിന്നെ കൊമ്പും തലയൊക്കെ ഒന്ന് ഉഷാറായിട്ട് അടിച്ച് പൊളിച്ച് കഴുകി കഴിഞ്ഞാൽ തന്നെ പിന്നെ അവർക്ക് മൊത്തത്തിലൊരു ഉന്മേഷം. മൊത്തത്തിൽ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അതിന് പോത്തുകൾക്ക് ഭയങ്കര ഉന്മേഷമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ തിന്നാനും തന്നെ നല്ല ഉഷാറായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇതേപോലെ തിന്നനും പിന്നെ ഒരു മടിയില്ലാതെ വെക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 പോത്തുകളിൽ ഒരു പോത്തിന് ഞാൻ മൂന്തക്കായ ഇട്ടു കേട്ടോ. അത് എന്താ പ്രധാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഓടും. അവർ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കയറുമ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെയും കൊണ്ട് ഓടും. അപ്പോൾ നമുക്ക് പിന്നെ നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ കയ്യോ കാലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തു വെച്ചാൽ ഒരാൾക്ക് മൂന്തക്കാര ഇടും. അപ്പോൾ ഓടാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഒരുത്തനെ പിടിച്ച് കഴിഞ്ഞാൽ മറ്റവനും ഓടില്ല. മറ്റവന് ഇതേപോലെ തന്നെ ഈ പോത്ത് എവിടെയാണോ നിൽക്കുന്നത് പിന്നെ ആ പോത്തിൻ്റെ ചുറ്റോടം തന്നെ ഉണ്ടാവും. ഇതേപോലെ തന്നെ തീറ്റാൻ കൊണ്ടുപോകുകയാണെങ്കിലും പിന്നെ നമുക്ക് ഒരു വർഷം പിന്നെ എടുത്ത് നിൽക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ കെട്ടിയിട്ടാൽ മതി. ഒരാളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അടുത്ത ആൾ ഇതേപോലെ ആ ചുറ്റുവട്ടത്ത് തന്നെ ആ ഒറ്റ പോത്തിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ നീരാട്ടമൊക്കെ കഴിഞ്ഞ് ഒന്ന് വൃത്തിയായതിന് ശേഷം വീണ്ടും കുറച്ച് നേരം അതേപോലെ ഇങ്ങനെ തൊടുകൂടെ നടന്ന് തിന്നു. അതിന് ശേഷം ഇത് ഇങ്ങനെ ഈ നടത്തങ്ങനെ നടന്ന് വീട്ടിലേക്ക് അങ്ങനെ പോവുകയും ചെയ്യും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഇവരുടെ റൊട്ടീനാണിത്. നന്നാട്ടെ. അത് കഴിഞ്ഞിട്ട് അടിച്ച് പൊളിച്ച് ഒരു പാത്രം വെള്ളം, കൊപ്ര പുണ്ണാക്കും കുറച്ച് തവിടും പിന്നെ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളവും പച്ചവെള്ളവും മിക്സ് ചെയ്ത് അടിപൊളി ഒരു പാത്രം വെള്ളം. അപ്പോൾ ഇതുപോലുള്ള ഫാം സംബന്ധമായ വീഡിയോസ് ഇനിയും കൂടുതൽ വരും. അപ്പോൾ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒപ്പം കൂടുക.